ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CKCയും നിർമ്മലയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സീനെത്തിയിട്ടോ. നിർമ്മല തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൻ്റെ മകനെ തിരിച്ചു കിട്ടണേ, അവൻ എൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം മകനാണ്, അവൻ എൻ്റെ തൊട്ടരികിലിട്ടുണ്ടായിട്ടും സ്വന്തം അമ്മയാണെന്ന് അവനോട് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു പാപിയായ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ എനിക്ക് തിരികെ നൽകണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും കേട്ടോ. ആ സമയം അമ്പലത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് പൂജാരി പ്രസാദൊക്കെ കൊടുത്ത് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് നിർമ്മലയാണെങ്കിൽ പരിസരബോധമില്ലാത്ത നടത്തമായിരിക്കും. തൻ്റെ മകനെ ഓരോ നിമിഷവും കണ്ടുമുട്ടിയ ആ നിമിഷത്തെ ഓർത്ത് നിർമ്മല ഇങ്ങനെ ദുഃഖിച്ച് വരുന്ന സമയത്ത് ഒരാളുടെ മേത്ത് നിർമ്മല ചെന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിർമ്മലയുടെ കയ്യിലുള്ള പ്രസാദം താഴെ വീഴുകയാണ്. അങ്ങനെ നിർമ്മല അത് പെറുക്കിയെടുക്കാൻ നോക്കുന്ന സമയത്ത് ഇത് നടുറോട്ടിലാണെന്നുള്ള ബോധമില്ല കേട്ടോ. അപ്പോഴാണ് CKC ആ വഴി വണ്ടിയുമായി വന്ന് നിർമ്മലയുടെ മുന്നിലോട്ട് അങ്ങ് വന്ന് നിർത്തുന്നത് കേട്ടോ. പിന്നീട് CKC ഇങ്ങനെ ആരാണ് ആ പെണ്ണ് എന്നറിയാൻ വേണ്ടി ദേഷ്യത്തോടു കൂടി CKC നടുറോട്ടിലോട്ട് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നിർമ്മലയായിരിക്കട്ടോ. അത് കാണുന്നതിനോട് കൂടി CKC ആകെ ഞെട്ടിപ്പോവാണ്. ആ സമയം CKCയുടെ മനസ്സിൽ കടന്നു വരുന്നത് അന്ന് നിർമ്മലയെ കണ്ടതും പിന്നീട് താനും നിർമ്മലയുമായി ഒത്തുചേരുന്ന ആ നിമിഷങ്ങളും അതിനുശേഷം നിർമ്മലയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ജ്യോതിയെ കല്യാണം കഴിക്കുന്ന അന്ന് നിർമ്മല പറയുന്നുണ്ടല്ലോ, ഞാൻ ഗർഭിണിയാണ്, നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയാണെന്നുള്ള സത്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അതിനെ കളഞ്ഞേക്ക് എന്നുള്ള ആ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചായിരിക്കട്ടോ അത് CKCയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. പിന്നീട് CKC ഒന്നും നോക്കില്ല, പെട്ടെന്ന് അങ്ങ് നിർമ്മലയുടെ അരികത്തോട്ട് ചെല്ലാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആ സമയം നിർമ്മല ഇങ്ങനെ പ്രസാദം പൊറുക്കിയെടുക്കുമ്പോൾ തൻ്റെ കൈ ചുവട്ടിൽ ഒരാൾ ഷൂസ് ഇട്ട് നിൽക്കുന്നത് അതാരാണെന്ന് അറിയാൻ വേണ്ടി നിർമ്മല ഇങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോൾ താൻ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും അത് CKC തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ CKCയെ കാണുമ്പോൾ നിർമ്മലക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് നിർമ്മലയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ കോപമെല്ലാം മുന്നോട്ട് വരികയാണ് കേട്ടോ. ഇതേ സമയം നിർമ്മല ഇങ്ങനെ CKCയെ തുറച്ച് നോക്കുമ്പോൾ നീയോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിർമ്മല ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നീ വല്ല ട്രെയിനിലോ കായലിലോ വീണ് ചത്തു എന്ന്. അത് കേട്ടോടെ തന്നെ നിർമ്മല ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് ആ കുഞ്ഞിനെ കൊണ്ടേ കളയടു, നീ എന്തിനാടി നീ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആ നിമിഷത്തെ കുറിച്ചിട്ടോ. അപ്പം നിർമ്മലക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. ഈ സമയം നിർമ്മല പറയും, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ എന്നെ ഒഴിവാക്കിയപ്പോൾ ഞാൻ വല്ല ആറ്റിലോ കായലിലോ ട്രെയിനിന് തലവെച്ചോ അങ്ങനെ എന്തെങ്കിലും മരിക്കൊന്നും നീ കരുതിയിരുന്നടോ എന്നിങ്ങനെ പറഞ്ഞ ഉടനെ അവിടെ CKC പറയണേ, നീ അന്ന് എൻ്റെ അടുത്തോട്ട് ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ടാലേ വന്നത്. ഞാൻ വിചാരിച്ചു നീ ഗർഭിണിയായതിൽ നീ ആ കുഞ്ഞ് ആയതിൽ പിന്നീട് നീ മരിച്ചിട്ടുണ്ടാകുന്നു. അത് കേട്ടോടെ തന്നെ നിർമ്മല പറയണേ, ആ കുഞ്ഞും മരിച്ചിട്ടില്ല, ഞാനും മരിച്ചിട്ടില്ല. ഈ നാട്ടിൽ നിനക്ക് മുന്നിൽ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. എൻ്റെ മകൻ വരും, വേരോടെ നിന്നെ പിഴുതെറിയാൻ നിൻ്റെ അരികത്തോട്ട് വരും. ഇപ്പോഴും നീ അത് മനസ്സിലാക്കില്ല, അതിൻ്റെ വില കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുമെന്ന് നീ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതമിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ് കേട്ടോ. അതൊക്കെ കേട്ടോ ആരാണ് തൻ്റെ മകൻ എന്നറിയാൻ വേണ്ടി CKC ഇങ്ങനെ ഞെട്ടലോട് കൂടിയിട്ട്, അവൻ എവിടെ, നീ എവിടെ താമസിക്കുന്നത്, അവൻ എവിടെ, അത് നീ അറിയണ്ട, നിൻ്റെ അടുത്തോട്ട് എൻ്റെ മകൻ വരുന്നൊരു ദിവസമെത്തും, അന്ന് നീ അറിഞ്ഞാൽ മതി, അന്ന് നിന്നെ വേരോടെ അവൻ പിഴുതെറിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് നിർമ്മല അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ CKCക്ക് ആകെ പെട്ടെന്നൊരു ഭയം വരികയാണ്. ഈശ്വര, ജ്യോതിർമായി അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും താനൊരു പെണ്ണിനെ ഗർഭമുണ്ടാക്കിയവനെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ജീവിതം പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇവളും ഇവളുടെ കുഞ്ഞും എവിടെയാണ് താമസിക്കുന്നതെങ്കിൽ കണ്ടെത്തി അവരെ രണ്ടുപേരെയും കൊല്ലണം എന്ന തീരുമാനം ഇങ്ങനെ CKC എടുക്കണം കേട്ടോ. ഇതേ സമയം നിർമ്മലയാണെങ്കിലോ അവനുമൊത്ത്, അതായത് CKCയും ഒത്ത് കഴിഞ്ഞ ആ നേരത്തെക്കുറിച്ചും ആ ദുർബല നിമിഷത്തെക്കുറിച്ചും നിർമ്മല ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിലുണ്ടായ മകനാണല്ലോ ഗൗതം, പാവം എൻ്റെ കുഞ്ഞ് ഇന്ന് എവിടെയെന്നറിയില്ല, അവൻ വല്ലാത്ത വിഷമത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഓട്ടോ ഓടിച്ച് പോകണം. അപ്പോൾ CKC ആണെങ്കിൽ അവൾ എവിടെ താമസിക്കുന്ന അറിയാൻ അവളുടെ പിന്നാലെ പോകണമെന്ന തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നിർമ്മല ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ടാവും കേട്ടോ. ആ ഓട്ടോയിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ നിർമ്മല ഇങ്ങനെ പോവുകയാണ്. പിന്നീട് ഗൗതമിൻ്റെ വീടിൻ്റെ മുന്നിൽ നിർത്തുകയാണ് കേട്ടോ. ഈ ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് പറയുമ്പോൾ ഇന്ന വീട്ടിലോട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം CKC ആണെങ്കിലോ ഇത് ഗൗതമിൻ്റെ വീടാണല്ലോ, ഇവളെന്താ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലെന്തോ പന്തിക്കേട്ടുണ്ടല്ലോ, ഇത് ഗൗതമിൻ്റെ വീട്, ഈശ്വര ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നിങ്ങനെ CKCയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. കാരണം ദത്തപുത്രനാണെന്ന് ശിവാനി വിളിച്ച് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ CKCക്ക് ഭയം വരികയാണ് കേട്ടോ. ഈ സമയം
നിർമ്മലയോട് ആ ഓട്ടോക്കാരൻ ക്യാഷ് പറയുന്നുണ്ട്. അപ്പം നിർമ്മല അത് എടുക്കാൻ വേണ്ടി പേഴ്സ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഓട്ടോയുടെ മിററിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ പിറകെ CKC വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി നിർമ്മല അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ ഓട്ടോക്കാരൻ പറയണേ, എന്താ മാഡം എനിക്ക് പൈസ തരാത്ത, എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളെന്താ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ നിർമ്മല പറയണേ, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, എന്ത് ഹെൽപ്പാണ് വേണ്ടത്? അതെ, ഇവിടെ വണ്ടി നിർത്തണ്ട, ഇതെന്താ നിങ്ങൾ ആളെ കളിയാക്കുകയാണ്? കളിയാക്കിയതല്ല, എന്നെ ഫോളോ ചെയ്ത് ഒരാൾ വരുന്നുണ്ട്, എൻ്റെ വീട് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ സ്വസ്ഥതയും സമാധാനം എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അയാളെ കബളിപ്പിക്കണം. നിങ്ങൾ കുറച്ച് ദൂരം കൂടി എങ്ങോട്ടെങ്കിലും ഓട്ടോ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്തു തരാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഈ ഒരു വീടിന് മുന്നിൽ വണ്ടി നിർത്തിയത് കൊണ്ട് തന്നെ അയാൾക്ക് സംശയം തോന്നില്ലേ എന്ന് നിർമ്മല പറയുമ്പോൾ, ഉടൻ തന്നെ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി തൻ്റെ വണ്ടി കേടായതുപോലെ ബാക്കിലിങ്ങനെ വണ്ടിയുടെ ഒരു സൈഡൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. തൻ്റെ വണ്ടിക്ക് കേടുള്ളതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ്. ഇതേ സമയം പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഗൗതമിൻ്റെ വീട്ടിലാണോ, ഇനിയിപ്പോൾ ഇവൾ താമസിക്കുന്നത് ഗൗതം ഇവളുടെ മകനാണോ എന്നുള്ളൊരു പേടിയൊക്കെ ഇങ്ങനെ CKCയിൽ വരുമ്പോഴാണ് ഈ ഓട്ടോക്കാരൻ പിന്നീട് ആ ഓട്ടോ എടുത്ത് പോകുന്ന ആ രംഗം കാണുന്നത് കേട്ടോ. അതോടുകൂടി CKCയുടെ നെഞ്ചത്ത് കൈവെക്കാണ്. ഈശ്വര സമാധാനമായി എന്ന ഭാവത്തിൽ CKC ഇങ്ങനെ കൈവെക്കാണ്. പിന്നീട് CKC വെറുതെ വിടില്ല, ആ ഓട്ടോയുടെ പിറകെ പോവാണ്. അങ്ങനെ ഈ നിർമ്മല പറയുന്നുണ്ട്, കാറും ഒന്നും കയറാൻ പറ്റാത്ത ഒരു ഊടുവഴിയിലൂടെ അങ്ങ് എടുത്തേക്കെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ ഒരു ഊടുവഴിയിലൂടെ, അത് ഓട്ടോ മാത്രം പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഊടുവഴിയിലൂടെ അയാൾ എടുക്കുന്നത് കൊണ്ട് തന്നെ CKCക്ക് ആ ഊടുവഴിക്ക് കടക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ CKC, എടി നിർമ്മലെ, നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും, നീ ഈ നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്, നിൻ്റെ മകനും ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, രണ്ടുപേരെയും ഞാൻ കണ്ടെത്തിയിട്ട് ഇഞ്ചിഞ്ചായി നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഈ പറയുന്നത് പോലെ തന്നെ നിർമ്മല എവിടെയെന്നും അതുപോലെ തന്നെ ഗൗതമാണ് തൻ്റെ മകനെന്നൊക്കെ CKC അറിയുമ്പോൾ CKCയുടെ നെഞ്ച് തകരുന്ന ആ സീനാണ് കേട്ടോ. ഗൗതമാണ് തൻ്റെ മകനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഗൗതമിനെ കൊല്ലാനോ ഒന്നിനും ശ്രമിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം. അപ്പോൾ എന്തായാലും ഇനി നിർമ്മല കാര്യങ്ങൾ അറിയട്ടെ എന്നുള്ള നിലപാടാണ് ഇനി നിധിക്കുള്ളത് കേട്ടോ. കാരണം നിർമ്മലയല്ല, ഗൗതം കാര്യങ്ങളൊക്കെ അറിയട്ടെ, ഗൗതമിൻ്റെ അമ്മ നിർമ്മലയാണെന്ന് അറിയട്ടെ എന്നുള്ള നിലപാടൊക്കെ ഇനി നിധി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഗൗതം തിരിച്ചു വരും. പക്ഷേ തിരിച്ചു വരുന്നത് ഒരു 1.5 വരവോട് കൂടി തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ശിവാനിയുടെ താണ്ഡവൊക്കെ ഏകദേശം നിൽക്കാറായി. വസുന്ധരയ്ക്ക് തൻ്റെ മകനെ തൊട്ട് കളിച്ചാൽ എത്രത്തോളം വിലയുള്ളതാണ് ശിവാനി ഇനി മനസ്സിലാക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇനി ശിവാനിയുടെ ഗർഭനാടകം പൊളിയുന്ന ആ സീൻ വരാനുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് തന്നെ ശിവാനിയെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ വഞ്ചിച്ചവളാണ് ഇവൾ, എന്നോട് ക്രൂരത ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പ്രണവ് തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.